പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. യേശു കർത്താവെ നന്ദി, യേശു കർത്താവെ സ്തോത്രം. ഹാലലുയ, ഹാലലുയ. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തു ശിഷ്യന്മാരോടൊത്ത് മലമുകളിലേക്ക് പോകുന്നു. അവിടെ അവൻ പ്രാർത്ഥിക്കുന്നു. അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി, അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി. അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി, അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി. ഇത് വായിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ പിതാവിൻ്റെ സഹോദരി സിസ്റ്റർ റോസന്ന എന്ന കന്യാസ്ത്രീയെയാണ്. അപ്പോൾ ഞാൻ പാപാവസ്ഥയിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ആ സിസ്റ്റർ എപ്പോഴും എൻ്റെ അടുത്ത് പറയും, നിന്റെ മുഖത്ത് ഗ്രേസ് ഇല്ല എന്ന് പറയും. നിന്റെ മുഖത്തൊരു ഗ്രേസ് ഇല്ല. സിസ്റ്ററിൻ്റെ മുമ്പിലൊക്കെ പോയി നിൽക്കുമ്പോൾ നമ്മൾ ആകെ മാന്യനൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. സിസ്റ്ററിന് നമ്മുടെ ചുറ്റുകളികളൊന്നും അറിയാനും പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാലും മുഖത്തോട്ട് നോക്കുമ്പോൾ സിസ്റ്റർ പറയും, നിന്റെ മുഖത്തിന് ഗ്രേസ് ഇല്ല, വെളിച്ചമില്ല, പ്രകാശമില്ല. അന്ധകാരത്തിൽ നടക്കുന്നവരുടെ മുഖത്തിന് പ്രകാശമുണ്ടാവുകയില്ല. വെളിച്ചത്തിൽ നടക്കുന്നവരുടെ മുഖത്ത് ആ വെളിച്ചം പ്രതിധ്വനിക്കും. ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ നടക്കുന്നവരുടെ മുഖത്ത് ആ വെളിച്ചം പ്രതിധ്വനിക്കും. വീണ്ടും സങ്കീർത്തനം 119 105 വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും, എൻ്റെ പാതയിൽ പ്രകാശവുമാണ്. നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും, എൻ്റെ പാതയിൽ പ്രകാശവുമാണ്. ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് ആ വചനമാകുന്ന മാർഗത്തിലൂടെ ചലിക്കുന്നവർ അന്ധകാരത്തിൽ ചരിക്കുകയില്ല. അവർ എപ്പോഴും വെളിച്ചത്തിലായിരിക്കും, പ്രകാശത്തിലായിരിക്കും. വീണ്ടും മത്തായി 5:14 പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ജോൺ 8:12 പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവർ ഒരിക്കലും ഇരുളിൽ നടക്കുകയില്ല, അവന് ജീവന്റെ വെളിച്ചമുണ്ടാകും. ഇത് എല്ലാ മനുഷ്യർക്കും പ്രാപിക്കുവാൻ സാധ്യമാണ്. ഈ വെളിച്ചം, ഈ വെളിച്ചത്തിലൂടെ ഉള്ള നിർമ്മലമായ ഒരു ജീവിതം എല്ലാ മനുഷ്യർക്കും കർത്താവ് കരുതി വച്ചിരിക്കുന്നു. ആകെ കൂടി നമ്മൾ ചെയ്യേണ്ടത് ആത്മാർത്ഥമായി മനസ്തപിക്കുക, നമ്മുടെ വഴിപിഴച്ച മാർഗങ്ങളെ ഉപേക്ഷിക്കുവാൻ ആത്മാർത്ഥമായി കർത്താവിലേക്ക് തിരിയുക, കർത്താവിനോട് മാപ്പ് അപേക്ഷിക്കുക, കർത്താവിൻ്റെ ശക്തിക്കായി കേഴുക. അപ്രകാരം നമ്മൾക്ക് എല്ലാവിധ പ്രലോഭനങ്ങളെയും അന്ധകാരത്തിൻ്റെ പ്രലോഭനങ്ങളെയും അതിജീവിച്ച് ക്രിസ്തുവിൻ്റെ മക്കളായി ക്രിസ്തുവിൻ്റെ കൃപയിൽ ഗ്രേസ്ഫുള്ളായി ജീവിക്കുവാനുള്ള കൃപ സർവേശ്വരൻ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കും.
ഈ ഒരു കൃപയ്ക്കായി കർത്താവിൻ്റെ വെളിച്ചത്തിൽ നിന്ന് അകന്നു പോകാതെ കർത്താവിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുവാനും വചനാധിഷ്ഠിതമായി സന്തോഷത്തോടെ ജീവിതം നയിക്കാനും ശരിയായി മനസ്തപിച്ച് പശ്ചാത്തപിച്ച് നല്ല കുമ്പസാരം നടത്തുവാനും ക്രിസ്തുവിൻ്റെ കൃപയിൽ നിലനിൽക്കുവാനുമുള്ള കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. ലെറ്റ് us be the children of light. നമ്മളിലൂടെ ഈ അന്ധകാരമയമായ ഈ ലോകത്തിലേക്ക് അല്പമെങ്കിലും പ്രകാശം ചൊരിയപ്പെടട്ടെ. ആമേൻ.